ഇന്ത്യയിലെ ആദ്യത്തെ ബാലസൗഹൃദ ജില്ല ഇടുക്കി. ഇടുക്കിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബാലസൗഹൃദ ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല എറണാകുളമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല എറണാകുളമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബാലസൗഹൃദ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബാലസൗഹൃദ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബാലസൗഹൃദ പഞ്ചായത്ത് നെടുമ്പാശ്ശേരിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബാലസൗഹൃദ പഞ്ചായത്ത് നെടുമ്പാശ്ശേരിയാണ്. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ രാജ്യത്തെ ആദ്യത്തെ ജില്ല കണ്ണൂരാണ്. ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ ആദ്യമായി നാഷണൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച വർഷം 2001. 2001 ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ ആദ്യമായി നാഷണൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. ഇന്ത്യൻ സാമ്പത്തികാസൂത്രണത്തിൻ്റെ പിതാവ് എം വിശ്വേശ്വരയ്യാണ്. ഇദ്ദേഹത്തിൻ്റെ ജന്മദിനം സെപ്റ്റംബർ 15 എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നു. 1929 മുതൽ ജോസഫ് സ്റ്റാലിൻ USSRൽ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതികളെ മാതൃകയാക്കിയാണ് ഇന്ത്യയിലും ആസൂത്രണത്തിന് തുടക്കം കുറിച്ചത്. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15 1950 മാർച്ച് 15. ഇതൊരു ഭരണഘടനാ സ്ഥാപനമല്ല, ഉപദേശക സമിതിയുടെ സ്ഥാനമാണ് കമ്മീഷനുള്ളത്. ആസൂത്രണ കമ്മീഷൻ ചെയർമാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കും. ആസൂത്രണ കമ്മീഷന്റെ ഉപാധ്യക്ഷനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് കേന്ദ്ര ക്യാബിനറ്റാണ്. ഇന്ത്യയിൽ ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നത് ആസൂത്രണ കമ്മീഷനാണ്. പാർലമെന്റ് കഴിഞ്ഞാൽ നയ തീരുമാനങ്ങൾ എടുക്കാൻ അധികാരമുള്ള ഏറ്റവും ഉയർന്ന സ്ഥാപനം ദേശീയ വികസന സമിതിയാണ്. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദയാണ്. ഗുൽസാരിലാൽ നന്ദ. ഏതു വ്യക്തിയുടെ സ്വാധീനത്താലാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത്? ഹെൻറി ഡേവിഡ് തോറോ. ഹെൻറി ഡേവിഡ് തോറോയുടെ സ്വാധീനത്താലാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത്. ഖിലാഫത്ത് കമ്മിറ്റിയും കോൺഗ്രസും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ 1920 സെപ്റ്റംബർ മാസത്തിൽ കൊൽക്കത്തയിൽ ചേർന്ന സമ്മേളനത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രമേയം അവതരിപ്പിച്ചു. ഗവൺമെൻറ്റിനോടും അതിൻ്റെ പരിപാടികളോടും സഹകരിക്കാതിരിക്കുക എന്നതാണ് ഇതിൻ്റെ രീതി. പഞ്ചാബ് പ്രശ്നത്തിൽ പരിഹാരം തേടുക, പരിഹാരം കാണുക, ഖിലാഫത്ത് പ്രശ്നം തീർക്കുക, സ്വരാജ് നേടുക എന്നിവയായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ സുപ്രധാന ലക്ഷ്യങ്ങൾ. ഖിലാഫത്ത് നിസ്സഹകരണ സമരകാലത്തുണ്ടായ പ്രധാനപ്പെട്ട സംഭവമാണ് മലബാർ കലാപം. ഇന്ത്യയുടെ പതാക സാർവദേശീയ വേദിയിൽ ആദ്യമായി ഉയർത്തിയ വനിത മാഡം കാമ. മാഡം കാമയാണ് ഇന്ത്യയുടെ പതാക സാർവദേശീയ വേദിയിൽ ആദ്യമായി ഉയർത്തിയ വനിത. ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് മാഡം കാമയാണ്. ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ മാതാവ്. കുട്ടിക്കാലത്തെ പേര് മസ്തം ബിക്കാജി എന്നായിരുന്നു. മസ്തം ബിക്കാജി. ജനീവയിൽ നിന്നും വന്ദേമാതരം എന്ന മാസിക ആരംഭിച്ചതും മാഡം കാമയാണ്. ഒരു വിദേശ രാജ്യത്ത് ഇന്ത്യൻ പതാക ഉയർത്തിയ ആദ്യ വനിതയും മാഡം കാമയാണ്. ഇന്ത്യക്കായി ഒരു ദേശീയ പതാക ആദ്യമായി രൂപകൽപ്പന ചെയ്തത് മാഡം കാമയാണ്. ഇപ്പോഴുള്ള ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത് ആന്ധ്രക്കാരനായ പിങ്കിലി വെങ്കയ്യാണ്. ദേശീയ പതാകയിലെ നിറങ്ങൾക്ക് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് വ്യാഖ്യാനം നൽകിയിട്ടുള്ളത്. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 3:2 ഇന്ത്യൻ ദേശീയ പതാക 9 അളവുകളിൽ നിർമ്മിക്കാം. ദേശീയ പതാക ഉയർത്താൻ അനുവദനീയമായ സമയം സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെയാണ്. 1957 അവസാനത്തെ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ രണ്ടാമനെ നാടുകടത്തി. മരിക്കുന്നതുവരെ തടവിൽ പാർപ്പിച്ചത് എവിടെയാണ്? ബർമ്മ. ബർമ്മയിലായിരുന്നു 1957 അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ രണ്ടാമനെ നാടുകടത്തി മരിക്കുന്നതുവരെ തടവിൽ പാർപ്പിച്ചത്. ഒന്നാം സ്വാതന്ത്ര്യ സമരം 1957 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് 1957 മെയ് 10 മീററ്റിൽ വെച്ച് 1957 മെയ് 10 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്. ആദ്യത്തെ രക്തസാക്ഷി മംഗൾ പാണ്ഡെയാണ്. ആദ്യത്തെ വനിതാ രക്തസാക്ഷി പ്രീതിലത വഡോദ്കർ ആണ്. പ്രീതിലത വഡോദ്കർ. വിപ്ലവത്തിൻ്റെ ചിഹ്നം താമരയും ചപ്പാത്തിയുമാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വിപ്ലവത്തിൻ്റെ ചിഹ്നം താമരയും ചപ്പാത്തിയുമാണ്. വിപ്ലവത്തിൻ്റെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാ സാഹിബാണ്. വിപ്ലവത്തിൻ്റെ അംബാസിഡർ എന്നറിയപ്പെടുന്നത് അസിമുള്ള ഖാനാണ്. അസിമുള്ള ഖാൻ. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നാണ്. രാമചന്ദ്ര പാണ്ഡുരംഗ്. നാനാ സാഹിബിനെ നാടുകടത്തിയത് നേപ്പാളിലേക്കാണ്. ഗറില്ല യുദ്ധത്തിൽ പ്രഗത്ഭൻ താന്തിയ തോപ്പിയാണ്.
ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ഭക്ത് ബഹദൂർ ഷാ രണ്ടാമനുമായിരുന്നു. ഝാൻസിയിൽ നേതൃത്വം നൽകിയത് ഝാൻസി റാണിയാണ്. ഝാൻസി റാണിയുടെ യഥാർത്ഥ നാമങ്ങൾ മണികർണിക എന്നും ചബേലി എന്നും മനുബായി എന്നുമാണ്. ലക്നൌവിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹലാണ്. ചെകുത്താന്റെ കാറ്റ് എന്നറിയപ്പെടുന്നത് 1857 വിപ്ലവത്തെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ജാലിയൻ വാലാബാഗ് ദുരന്തത്തിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചതാരെ? രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോറാണ് ജാലിയൻ വാലാബാഗ് ദുരന്തത്തിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചത്. 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. 1919 ഏപ്രിൽ 13 കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥൻ അമൃത്സർ പട്ടാള മേധാവിയായ ബ്രിഗേഡിയർ ജനറൽ റെജിനാൾഡ് ഡയറാണ്. അമൃത്സർ പട്ടാള മേധാവിയായിരുന്ന ബ്രിഗേഡിയർ ജനറൽ റെജിനാൾഡ് ഡയറാണ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥൻ. ഈ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ടത് 1912 മുതൽ 1919 വരെ പഞ്ചാബിലെ ലഫ്റ്റനന്റ് ഗവർണറായിരുന്ന മൈക്കൽ ഒ ഡയറാണ്. ഇദ്ദേഹമാണ് ഉദ്ധം സിംഗിനാൽ വധിക്കപ്പെട്ടത്. ഈ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ടത് 1912 മുതൽ 1919 വരെ പഞ്ചാബിലെ ലഫ്റ്റനന്റ് ഗവർണറായിരുന്ന മൈക്കൽ ഒ ഡയറാണ്. സർ സി ശങ്കരൻ നായർ കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെക്കുകയും ചെയ്തു. സർ സി ശങ്കരൻ നായർ കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെക്കുകയും ചെയ്തു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ ഹണ്ടർ കമ്മീഷനെ നിയമിച്ചത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ ഹണ്ടർ കമ്മീഷനെ നിയമിച്ചത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ്. ചേരിചേര പ്രസ്ഥാനം നാം രൂപം കൊണ്ടത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ബെൽഗ്രേഡ് സമ്മേളനത്തിൽ വെച്ചാണ് ചേരിചേര പ്രസ്ഥാനം അഥവാ നോൺ അലൈൻഡ് മൂവ്മെൻറ്റ് രൂപം കൊണ്ടത്. വി കെ കൃഷ്ണമേനോനാണ് ചേരിചേര പ്രസ്ഥാനം എന്ന ആശയം മുന്നോട്ട് വെച്ചത്. വി കെ കൃഷ്ണമേനോൻ 1961 ബെൽഗ്രേഡിൽ വെച്ചിട്ടാണ് ചേരിചേര പ്രസ്ഥാനം രൂപം കൊണ്ടത്. 1961 ബെൽഗ്രേഡിൽ വെച്ചിട്ടാണ് ചേരിചേര പ്രസ്ഥാനം രൂപം കൊണ്ടത്. 1955 ബന്ദൂങ്ങിൽ വെച്ചിട്ടാണ് നാമിൻ്റെ രൂപീകരണ ചർച്ചകൾ നടന്നത്. 1955 ബന്ദൂങ്ങിൽ വെച്ചിട്ടാണ് നാമിൻ്റെ രൂപീകരണ ചർച്ചകൾ നടന്നത്. ചേരിചേര സംഘടനയുടെ ആദ്യ സമ്മേളനം നടന്നത് ബെൽഗ്രേഡിൽ വെച്ചിട്ടാണ്. ആദ്യ സമ്മേളനത്തിൽ 25 അംഗരാജ്യങ്ങൾ പങ്കെടുത്തു. സ്ഥാപക നേതാക്കൾ ജവഹർലാൽ നെഹ്റു ഇന്ത്യയിൽ നിന്നും, ഗമാൽ അബ്ദുൽ നാസർ ഈജിപ്തിൽ നിന്നും, മാർഷൽ ടിറ്റോ യുഗോസ്ലോവിയയിൽ നിന്നും, ജനറൽ സുഗർണോ ഇന്തോനേഷ്യയിൽ നിന്നും ആണ്. സ്ഥാപക നേതാക്കൾ ഇവരെല്ലാമാണ് ജവഹർലാൽ നെഹ്റു, ഗമാൽ അബ്ദുൽ നാസർ, മാർഷൽ ടിറ്റോ, ജനറൽ സുഗർണോ. ആദ്യത്തെ സെക്രട്ടറി ജനറൽ യുഗോസ്ലോവിയക്കാരനായ ജോസിഫ് ബ്രോസ് ടിറ്റോ ആണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപം ഉള്ളത് ഏത് ജില്ലയിലാണ്? കാസർഗോഡ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപം ഉള്ളത് കാസർഗോഡ് ജില്ലയിലാണ്. ചുണ്ണാമ്പുകല്ല് നിക്ഷേപം കാണപ്പെടുന്ന പ്രദേശം വാളയാറാണ്. പാലക്കാട് ജില്ലയിലെ വാളയാറാണ് ചുണ്ണാമ്പുകല്ല് നിക്ഷേപം കാണപ്പെടുന്ന പ്രദേശം. ഇരുമ്പയിര് നിക്ഷേപം കാണപ്പെടുന്ന പ്രദേശം കോഴിക്കോടാണ്. കോഴിക്കോടാണ്. ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപം ഉള്ളത് നീലേശ്വരത്താണ്. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത്. കളിമൺ നിക്ഷേപം കാണപ്പെടുന്നത് കുണ്ടറയിലാണ്. കൊല്ലം ജില്ലയിലെ കുണ്ടറയിൽ. സ്ഫടികമണൽ കാണപ്പെടുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലാണ് സ്ഫടികമണൽ കാണപ്പെടുന്നത്. ഇൽമനൈറ്റ്, മോണോസൈറ്റ് എന്നിവയുടെ നിക്ഷേപം കാണപ്പെടുന്ന പ്രദേശങ്ങൾ ചവറയും നീണ്ടകരയുമാണ്. കൊല്ലം ജില്ലയിലെ ചവറയും നീണ്ടകരയുമാണ് ഇൽമനൈറ്റ്, മോണോസൈറ്റ് എന്നിവയുടെ നിക്ഷേപം കാണപ്പെടുന്ന പ്രദേശങ്ങൾ. ഇന്ത്യയിൽ വൻതോതിൽ യുറേനിയം നിക്ഷേപം കണ്ടെത്തിയ സ്ഥലം തുമലപ്പള്ളിയാണ്. ആന്ധ്രാപ്രദേശിലെ തുമലപ്പള്ളി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തോറിയം ഉൽപ്പാദിപ്പിക്കുന്നത് കേരളത്തിലാണ്. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ എക്സാം നടക്കുന്ന സമയത്ത് രാജീവ് മാത്തൂർ ആയിരുന്നു. എന്നാൽ ഇപ്പോഴത് സുധീർ ഭാർഗവയാണ്. ഇപ്പോഴത്തെ ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ദേശീയ വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12-നാണ്. 2005 ഒക്ടോബർ 12-ന്. അപേക്ഷാ ഫീസ് 10 രൂപയാണ്. ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ ബാധിക്കുന്ന വിവരമാണെങ്കിൽ 48 മണിക്കൂറിനകം വിവരങ്ങൾ നൽകണം. ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ ബാധിക്കുന്ന വിവരമാണെങ്കിൽ 48 മണിക്കൂറിനകം വിവരങ്ങൾ നൽകണം. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അപേക്ഷ പ്രോസസ്സ് ചെയ്യാൻ ഉള്ള പരമാവധി സമയം 30 ദിവസമാണ്.
ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ വജാഹത്ത് ഹബീബുള്ളയാണ്. വജാഹത്ത് ഹബീബുള്ള. ആദ്യ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ദീപക് സന്ധു ആണ്. ദീപക് സന്ധു. രണ്ടാമത്തെ വനിതാ വിവരാവകാശ കമ്മീഷൻ സുഷമ സിംഗ് ആണ്. സുഷമ സിംഗ്. ദേശീയ വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. 2005 ഡിസംബർ 19 സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. സംസ്ഥാനത്തെ ആദ്യത്തെ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ് ആണ്. പാലാട്ട് മോഹൻദാസ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ആദ്യമായി നിർമ്മിക്കപ്പെട്ട ജലഗതാഗത കനാൽ ബേക്കിംഗ്ഹാം കനാൽ. ബേക്കിംഗ്ഹാം കനാലാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ആദ്യമായി നിർമ്മിക്കപ്പെട്ട ജലഗതാഗത കനാൽ. ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള കനാലാണ് ബേക്കിംഗ്ഹാം കനാൽ. ഉത്തരേന്ത്യയിൽ വ്യാപകമായി കനാലുകളുടെ നിർമ്മാണം പ്രോത്സാഹിപ്പിച്ച സുൽത്താൻ ഭരണാധികാരി ഫിറോസ് ഷാ തുഗ്ലക്കാണ്. ഹിമാലയൻ നദികളുടെയും തെക്കേ ഇന്ത്യൻ നദികളുടെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പദ്ധതിയാണ് ഗാർലൻഡ് കനാൽ പദ്ധതി. ഹിമാലയൻ നദികളെയും തെക്കേ ഇന്ത്യൻ നദികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പദ്ധതിയാണ് ഗാർലൻഡ് കനാൽ പദ്ധതി. ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ നദിയിൽ നിന്നും കനാലുകൾ വഴി ചെന്നൈ നഗരത്തിൽ കുടിവെള്ളം എത്തിക്കുന്ന ബൃഹത് പദ്ധതിയാണ് തെലുങ്ക് ഗംഗ പദ്ധതി. തെലുങ്ക് ഗംഗ പദ്ധതി. രാജസ്ഥാനിൽ വിശാലാർത്ഥത്തിലുള്ള ജലസേചന സൗകര്യമൊരുക്കുന്ന കനാലാണ് ഇന്ദിരാഗാന്ധി കനാൽ. ജലസേചനാർത്ഥം ആദ്യമായി കനാൽ നിർമ്മിച്ചത് പ്രാചീന ബാബിലോണിയയിലാണ്. പ്രാചീന ബാബിലോണിയയിൽ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ മനുഷ്യനിർമ്മിത കനാൽ ഗ്രാൻഡ് കനാലാണ്. ഗ്രാൻഡ് കനാൽ. ഇറ്റലിയിലെ വെനീസിലെ തിരക്കേറിയ ജലപാതയാണ് ഗ്രാൻഡ് കനാൽ. ഇറ്റലിയിലെ വെനീസിലെ തിരക്കേറിയ ജലപാതയാണ് ഗ്രാൻഡ് കനാൽ. നിലവിൽ ഉപയോഗത്തിലുള്ള ലോകത്തിലെ ഏറ്റവും പഴയ കനാലാണ് ഗ്രാൻഡ് കനാൽ.